അതിനിടയിൽ എന്റെ അച്ഛനെ നിന്റെ അപ്പം പലവട്ടം ദ്രോഹിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നു, കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടങ്ങിയിരുന്നതും പ്രതികാരത്തിന് ഇറങ്ങാതിരുന്നതും നിന്നോട് നേരത്തെ പറഞ്ഞ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ്. സർ, ഇനി എന്തെങ്കിലും വേണോ സർ? പറയാം. ശരി. പക്ഷെ ഇനിയും നിന്റെ ആങ്ങളെയും നിന്റെ അപ്പനും കൂടി എന്റെ അച്ഛന്റെ നേരെയോ എന്റെ നേരെയോ വല്ല കുരുത്തേക്കേടുമായിട്ട് വന്നാലുണ്ടല്ലോ, നിന്നെ ഓർത്ത് സഹിക്കുന്ന ഏർപ്പാട് ഞാനങ്ങ് നിർത്തും. അതോടെ തീരും പ്ലാമൂട്ടിലെ അപ്പന്റെ മകന്റെ അഹങ്കാരം. ശിവ, ആ രീതി സംസാരിച്ച് നീ അങ്ങനെ പറഞ്ഞു പോണ്ട. നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നതേ എന്റെ മാത്രം കാര്യ. അതില് എന്റെ അപ്പനോ എന്റെ വീട്ടുകാർക്കോ ഒരു സ്ഥാനവും ഇല്ല. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് വിവാഹം കഴിക്കാൻ തന്നെയാ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നിന്നെ ഇഷ്ടപ്പെടുമ്പോ അങ്ങേരുടെ മോളാണെന്ന് കരുതിയിട്ടല്ലല്ലോ ഞാൻ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാ. അതിനി എന്ത് മഹാമാരി വന്നാലും അതിനി ഒരു മാറ്റവും വരാനും പോകുന്നില്ല. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ സ്വഭാവമാറ്റം അതെന്നെ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ട്. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളും നീ ഇപ്പൊ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും രണ്ടും രണ്ടാണ് ശിവ. എന്നാ നീ നിന്റെ പാട്ടിന് പോ. എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ. പറ്റുമെങ്കിൽ കൂടാന്നാ മതി. ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞ, ആളുകൾ നോക്കുന്നു. ഇരിക്കു ശിവ. കണ്ടില്ലേ, ഇതാണ് പ്രകൃതം. പിന്നെ എങ്ങനെയാടാ നിന്നെ വിശ്വസിക്കുന്നേ? നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഞാൻ നിന്നെ കല്യാണം കഴിക്കൂ, അത് നിനക്കറിയണം. നീ ഇപ്പോ ഈ നിമിഷം ഓക്കെ ആണെങ്കിൽ നിന്നെ ഇപ്പൊ ഇവിടെ വെച്ച് കെട്ടാൻ ഞാൻ തയ്യാറാ. അതിനെനിക്ക് നിന്റെ അപ്പനോ ചേട്ടനോ എന്റെ വീട്ടുകാരോ ഒരു തടസ്സമാണെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ സ്നേഹിച്ചെന്നും ഒന്നിച്ച് കഴിയണമെന്ന് ആഗ്രഹിച്ചതും നിന്റെ കൂടെയാ. എന്റെ ഒപ്പം നീ വേണമെന്ന് ആദ്യം തീരുമാനിച്ചതും ഞാൻ തന്നെയാ. അത് ശിവൻ തന്ന വാക്കാ. ഇത് ശിവോഹം, ഇത് ശിവോഹം, ഇത് ശിവോഹം, ഇത് ശിവോഹം. മോളെ ശാലിനി, നീ ആദ്യമായിട്ടാ ഇതുപോലൊരു വലിയ മിഷൻ ഏറ്റെടുത്ത് പരാജയപ്പെടുന്നത്. അതുകൊണ്ടാ നീ പതറിപ്പോയതും നിനക്കിങ്ങനെ നിരാശ തോന്നിയതും. അതുകൊണ്ടാ കാഹളം പരാജയത്തിൽ നിന്ന് കരകയറി വന്നവനാ. പോലീസിന്റെ അടിയിലും ഇടിയിലും ജീവൻ നഷ്ടപ്പെടുത്താതെ അവസാന ശ്വാസവും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നന്മ മാത്രം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവനാ ഇയാള്. മുതലാളിമാരുടെ ക്രൂരതകൾക്കെതിരെ നിരന്തരം സമരമുറകളുമായി പോയതിന് തല്ലിത്തകർത്ത് കൊല്ലാനായി കൊക്കയിൽ വരെ എറിഞ്ഞിട്ടുണ്ട് ഇയാളെ. ആയുസിന്റെ ബലത്തിലും സാധാരണക്കാരന്റെ പ്രാർത്ഥനയിലുമാ മോളുടെ മുന്നിൽ നിൽക്കുന്ന ഇയാൾക്ക് മോൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. അതെല്ലാം ഈ നാടിന്റെ നന്മയ്ക്കായിട്ടേ വരൂ. കുറുപ്പ് സാറേ, ഞാൻ ഭയന്ന് പിന്മാറിയതൊന്നുമല്ല. എനിക്ക് ചില പരിമിതികളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അർജുൻ എന്റെ റിലേറ്റീവ്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം, ഒന്ന് പോയി കണ്ടാ മതി. സ്റ്റേ മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും അർജുനായിട്ട് നോക്കിക്കോളൂ. വളരെ ഉപകാരം മാഡം. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി ഒന്നും വേണ്ടടോ. തനിക്ക് കിട്ടുന്ന ഈ നന്മയും പ്രാർത്ഥനയും എന്റെ ശിക്ഷയ്ക്ക് കൂടി കുറച്ച് പകുത്തു കൊടുത്താൽ മതി. ആടോ. അപ്പൊ ശരി. മോളെ, നമ്മള് മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മളെ കാർന്നു തിന്നുന്ന തരത്തിലുള്ളതുമായിരിക്കാം. പക്ഷേ നിന്റെ ഈ പദവിക്കൊരു വിലയുണ്ട്. അതിന്റെ മഹത്വവും അതിന്റെ പവറും നീ എന്നും നിലനിർത്തണം. നിന്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഒരിക്കലും അതിന് വിലങ്ങുതടിയാവരുത്. ഉദാഹരണത്തിന് നമ്മുടെ മന്ത്രിമാരെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പാവപ്പെട്ടവൻ വന്ന് അവന്റെ ഭൂമി ജപ്തിക്കാര്യമോ മറ്റു പറയുമ്പോ വീട്ടിലെ വഴക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവനോട് അവർക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ? ഒരു ഔദ്യോഗിക പദവിയിൽ നീ ഇരിക്കുമ്പോ
നിന്റെ ചിന്തകളും വാക്കുകളും അതിനു വേണ്ടി തന്നെ ആയിരിക്കണം. നിന്റെ വഴി ഇതാണ്. ഇതിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും കണ്ണീരിനും യാതൊരു പരിഗണനയും കൊടുക്കരുത്. മോള് മിടുക്കിയാണ്. നീ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽപ്പെട്ട് ഉലഞ്ഞു നിൽക്കേണ്ട ഒരാളല്ല. ഞാൻ പറയുന്നതിന്റെ പൊരുളെന്താണെന്ന് മോൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അവിടെ മുതൽ നിന്നെ ഈശ്വരന് വേണ്ടാതായി. നീ ഈ 100 വട്ടം അതിനെ കൊല്ലണം കൊല്ലണം എന്ന് മുറവിളി കൂട്ടുന്നതെല്ലാം കേട്ട് കിടക്കുവാടി ആ പാവം നിന്റെ വയറ്റില്. അതെന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? ഈ സമയമെന്ന് പറയുന്നത് ഹരിനാമ കീർത്തനം ചൊല്ലി കേൾപ്പിച്ച് നല്ല ബുദ്ധി ചൊല്ലിക്കൊടുക്കേണ്ട സമയാ. അതിനു പകരം നീ ചൊല്ലിക്കൊടുക്കുന്നത് എന്താ? ഡോക്ടർമാരുടെ കത്തിയുടെ മൂർച്ചയുടെ കാര്യങ്ങൾ. നീ പിന്നെ എങ്ങനെയാടി ഗുണം പിടിക്കുക? ഗുണം പിടിക്കണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാ ഇനി ഗുണം ഉണ്ടായിട്ട്? ഭർത്താവിന് വേണ്ട, ഭർത്താവിന്റെ വീട്ടുകാർക്കും വേണ്ട, കൂടെപ്പിറപ്പുകൾക്ക് പോലും വേണ്ട. എന്തിനു പറയുന്നു? ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും വരെ എന്നെ വേണ്ട. ആർക്കും വേണ്ടത്ത ഞാൻ എന്തിനാ എന്നെ പോലെ ഭാഗ്യം കെട്ട ഒരു ജന്മത്തെ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്? അതിന്റെ ശാപം കൂടി എനിക്കിനി കിട്ടാനോ? എന്തെങ്കിലും ചെയ്യണമെങ്കിലേ ഇപ്പൊ ചെയ്യണം. അത് വളർന്നോണ്ടിരിക്കുക. വളർന്നോണ്ടിരിക്കുക മാത്രമല്ല, നിന്നെ ശരിക്കും അറിഞ്ഞോണ്ടിരിക്കുക.